ഞങ്ങൾ എവിടെ പോയി താമസിക്കുക? ഞങ്ങൾ എവിടെ പോവുക? എടുത്തതാണ് ഈ ഒരു ബാഗ്. അല്ല ഞങ്ങൾ എവിടെ പോയി താമസിക്കും? എൻ്റെ വാപ്പാൻ്റെ പെങ്ങളും മക്കളും എല്ലാവരും പോയി. ഞാൻ അതിലാരും ബാക്കി. പക്ഷെ ഞങ്ങൾ ഒറ്റവരും ഉടയവരും എവിടെ? അവിടെ ഒരു നോക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബോഡി കൊണ്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് പോരാ. നഖം നോക്കിയാൽ അറിയാം. നമുക്ക് എന്ത് നഖം നോക്കിയാൽ അവർ എന്താണെന്ന് അറിയില്ല. ആ പിഞ്ച് പൈതങ്ങളൊക്കെ എവിടെ? അവരൊക്കെ എന്ത് ഞങ്ങൾ ആരോട് എന്ത് ചോദിക്കും? ആദ്യം അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് മാറിക്കോളി ഇറങ്ങണം. നിങ്ങൾ മാറിക്കോളി, എല്ലാവരും പോയിക്കോളി എന്നൊക്കെ പറയും. അതിന് മുമ്പ് മഴൻ്റെ മുമ്പ് കലക്ടറൊന്നും വന്നിട്ട് പറയൂല എന്ത് നിങ്ങൾ പോയിക്കോളി. അവർ റിപ്പോർട്ട് ഇങ്ങനെ വിടും, പോയിക്കോളി മാറി താമസിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരണ്ടേ? നിങ്ങൾ പറയത് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു ജാഗ്രത വേണം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളെ അയൽപക്കത്തുള്ള ആൾക്കാർ തീരെ നീക്കാൻ വയ്യാത്തവരാണ്. കാലില്ല, കൈയില്ല, ഒരു അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. അവര് കൂടുമില്ല, അവർക്ക് ആരുമില്ല. നമ്മൾ അവരിട്ടിട്ട് നമ്മളെ കുടുംബത്തോട് നമ്മൾ പോകുമോ? ഞാൻ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നിട്ട് ഞങ്ങൾ മാറി. ഞങ്ങൾ വന്നപ്പോൾ എന്താ കാണുന്നത്? ഞങ്ങൾ മാറി പറഞ്ഞാൽ തലേന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും മാറിപ്പോയി. ഓടി രാത്രി 2 മണിക്ക് ഓടിപ്പോയി. എൻ്റെ വാപ്പാൻ്റെ പെങ്ങളും മക്കളും എല്ലാവരും പോയി. ഞാൻ അതിലാരും ബാക്കി. ഞാൻ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് അറിയണം. മുണ്ടക്കാരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അറിയാൻ കുറേ കഴിയും. വീട് നമുക്ക് ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഇവിടെ വന്ന് താമസിക്കൊരു സുരക്ഷിതെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ ഒറ്റവരും ഉടയവരും എവിടെ? അവിടെ ഒരു നോക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബോഡി കൊണ്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് പോരാ. നഖം നോക്കിയാൽ അറിയാം. നമുക്ക് എന്ത് നഖം നോക്കിയാൽ അവർ എന്താണെന്ന് അറിയില്ല. അത് മരിക്കാനൊക്കെ എന്തൊരു പേടിയുള്ള ആൾക്കാരും ജീവിക്കാൻ കൊതിയില്ല. ചെറിയ പിഞ്ച് പൈതങ്ങളല്ലേ പോയി. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഒരു പിഞ്ച് പൈതങ്ങളാണ്. കാറ്റ് വരുമ്പോ വെച്ച് പോവുക, മഴ വരുമ്പോ പോവുക. അതാ പറയാ, കാറ്റ് ഇച്ചിരി അടിക്കുമ്പോൾ പോവുക. നമുക്ക് പോവുക, അവിടെ നിൽക്കണ്ട. ആ പിഞ്ച് പൈതങ്ങളൊക്കെ എവിടെ? അവരൊക്കെ എന്ത് ഞങ്ങൾ ആരോട് എന്ത് ചോദിക്കും? നിങ്ങളോട് നിങ്ങളാരും കുറ്റപ്പെടുത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആദ്യം അവരെ മാറ്റിയിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. മാറിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം. നമ്മൾ എവിടേക്ക് മാറിപ്പോകും? എങ്ങോട്ടും നമ്മൾ മാറിപ്പോവുക. അതാണ് നമ്മുടെ അവസ്ഥ. ഒരുപാട് പറഞ്ഞാൽ 6-7 പേര് പോയി നമുക്ക് കറക്റ്റ് പറയാൻ അറിയുന്നുള്ളൂ. ബാക്കി ആരാണ് എന്താണ് നമുക്കറിയില്ല. ലൈൻസിൽ താമസിക്കുന്നവരുണ്ട്. അവിടെ ഒന്നും ഇവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നു. കാലങ്ങളറിഞ്ഞ് ഞങ്ങൾ ജനിച്ച് വളർന്നാണ്. ഓരോ മണ്ണിനും കല്ലിനും ഇലകൾക്കും ഞങ്ങളെ സ്പർശനം ഉണ്ടാവും. ഞങ്ങൾക്ക് അറിയാം. അത്രയും അറിയാം. നമ്മൾ പഠിച്ച സ്കൂള് നമുക്കറിയാം. 40 വർഷം 41 വർഷം അവിടെ ജീവിച്ചു. ഇനിയിപ്പം ഞങ്ങൾ നടക്കും. ജനിച്ച് വളർന്ന നാടാണ്. ഇതിന്റെ സ്ഥലം ഞങ്ങൾ ടിവിയിൽ ഓരോ സ്ഥലം കാണുമ്പോൾ ഞങ്ങൾ എന്താ പറയുക, അതിന്റെ സ്ഥലമാണ്, ഇന്ന ആളെ വീടാണ്. രാവിലെ പോയവരൊക്കെ ചോദിക്കുന്നത് ആരാണ്? ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയണം, അയ്യോ അത് ഇന്ന ആളെ വീടാണ്, ഇന്ന ആളെ വീട്. കേൾക്കുന്നുണ്ട്. എടാ അത് ഇന്ന ആളതാണ്, ഇന്ന ആളതാണ്, അത് ഇന്ന ആളെ എടുക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് അറിയുന്നില്ല. എനിക്ക് അത്രയും അറിയാം. ഓരോരുത്തരും കസേരയിൽ ഇരുത്തിയത് ഞങ്ങൾ അമ്മയാണ്. ഞങ്ങൾ തൊട്ട വീടിന്റെ അയൽവാസിയുടെ അമ്മ. ആ അമ്മ വീൽ ചെയർ തന്നെ നടക്കണം. ആ അമ്മയാണ് ആ കസേര. എനിക്ക് പോണെന്നല്ലേ ഒച്ച കേട്ടപ്പോൾ എണീറ്റിട്ട് നമ്മളെ നീലുമ്മ അല്ലേ, സുധേവേട്ടന്റെ ആ അമ്മനെയാണ് കസേരയിൽ നിന്ന് എടുത്തത്. ആ വീട് പൊളിച്ചിട്ട്. ഞാൻ പറയണത് അമ്മയാണ്. നമുക്ക് അറിയുന്നുണ്ട്. ഫസ്റ്റ് എടുത്ത് നാസറാക്കാന്ന് പറഞ്ഞാൽ രാവിലെ വന്നത് കൊടുത്ത് അവരെ പോടിയാണ്. അവിടെ ഇനിയും 3 പേരൊക്കെ ഞങ്ങൾ എവിടെ പോയി താമസിക്കുക? ഞങ്ങൾ എവിടെ പോവുക? എടുത്തതാക്കണേ ഈ ഒരു ബാഗ്. അല്ല ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ഞങ്ങൾ എവിടെ പോകും? ഇപ്പം നിൽക്കണ ബന്ധു വീട്ടിലാണ് നിൽക്കണ. പറഞ്ഞാൽ ഉമ്മാക്ക് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നമാണ്. അപ്പം ഉമ്മാനെ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊണ്ട് ഒന്ന് നോക്കാൻ ഒരാളും വേണം. അപ്പം നമ്മളെവിടെ പോവുക? ബന്ധു വീട്ടിൽ നമ്മൾ എത്ര കാലം നിൽക്കും? ഞങ്ങൾ കൊച്ചുമക്കളൊക്കെ പഠിക്കാനയക്കണേ, രക്ഷപ്പെട്ട മക്കൾ. ഞങ്ങൾ എന്താ ചെയ്യും?